صلي عليهم زكاة السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، عباد الله، أوصيكم وإياي بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹനിധികളായ കുട്ടികളെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ ത്വാഅത്തിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. ആമീൻ. ഞാൻ പറയുന്നത് കെട്ടൊന്നില്ലാതെ കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ചോദ്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഒരു കുട്ടി, എന്റെ സുഹൃത്ത് എന്ന് പറയാൻ പറ്റൂല, കാരണം എന്റെ മകന്റെ പ്രായം കൂടി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് സുഹൃത്ത് എന്ന് പറയണ്ടല്ലേ. നമ്മുടെ ഒരു കുട്ടി, ആ കുട്ടിയുടെ വല്യമ്മ ഉമ്മാമ ഇന്ന് മരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിത്തീമു തലക്കടത്തൂർ എന്നാണ് പേര്. തിത്തീമു എന്ന പഴയ തള്ളയാണ്. അപ്പൊ പേരങ്ങനെ കേൾക്കാറില്ല. തിത്തീമു എന്നൊക്കെ കേൾക്കാറും പേരൊക്കെ ഉണ്ടാകുക. തലക്കടത്തൂർ സ്വദേശിനിയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതകാലത്ത് വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ അവരുടെ അടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നിമിഷം തന്നെ അതെല്ലാം പുറത്ത് അവരെ പൂർണ്ണമായും അല്ലാഹു ശുദ്ധീകരിക്കട്ടെ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവർ ചെയ്ത എല്ലാ സാലിഹായ അമലുകളും അതിന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുകയും അതിനൊക്കെയുള്ള പരിപൂർണമായ പ്രതിഫലം അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അവർ ചെയ്ത സാലിഹായ അമലുകളെ അല്ലാഹു തആല അവരുടെ ഖബറിൽ അവർക്ക് തുണയായി നൽകട്ടെ. അവരുടെ പരലോക ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാകട്ടെ. അവരെയും എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ കുട്ടിയെയും അവരോട് ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മെ എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ജിവാറിലായി ജന്നാത്തുൽ ഫിർദൗസിൽ താമസിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. തിത്തീമു തലക്കടത്തൂർ എന്നാണ്. വെള്ളിയാഴ്ച ഏതെങ്കിലും ദിവസം നമ്മുടെ സെൻട്രലുകളിലും മറ്റൊക്കെ മഹിസ്കാരത്തിന് ആരെങ്കിലും ഒരാൾ പേര് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഈ കേൾക്കുന്ന ആളുകൾ പേര് കൊടുക്കാൻ സൗകര്യപ്പെടുന്ന ആളുകൾ പേര് കൊടുക്കാൻ മഹിസ്കരിക്കുക. തിത്തീമു തലക്കടത്തൂർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഈമാൻ സലാമത്താകാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഈമാൻ സലാമത്താക്കി തരട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു മരിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ച് മരിപ്പിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, തഹജ്ജുദ് നിസ്കരിക്കാൻ ഒന്ന് ഉറങ്ങൽ നിർബന്ധമാണോ? അത് വേണം. തഹജ്ജുദ് നിസ്കരിക്കണേ ഒന്ന് ഉറങ്ങണം. അത്തനഫുലു ലൈലൻ ബഅദ നൗമീന, തഹജ്ജുദിനെ കുറിച്ച് പറയണത് തന്നെ. അതിന്റെ താരീഫ് അങ്ങനെയാണ്. രാത്രിയിൽ ഒന്ന് ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം, സുന്നത്ത് നിസ്കാരം, അതിനാണ് എന്താ പറയാ, തഹജ്ജുദ് പറയാം. അപ്പോൾ രാത്രി ഒന്ന് ഉറങ്ങണം, അതിനുശേഷം നിസ്കരിക്കണം, എന്നാലേ തഹജ്ജുദ് സഹിയാവും. വുളൂ ഉണ്ടാക്കുമ്പോൾ സംസാരിക്കാൻ പാടുണ്ടോ? ഷോക്സ് ഇട്ട് വുളൂ ചെയ്യാൻ പറ്റുമോ? വുളൂ ഉണ്ടാക്കുമ്പോ സംസാരം ഉപേക്ഷിക്കൽ സുന്നത്ത. വുളൂ ഉണ്ടാക്കുമ്പോൾ സംസാരം ഉപേക്ഷിക്കൽ സുന്നത്ത. വതർക്കു തകല്ലുമിൻ, അങ്ങണ്ടല്ലോ വുളൂവിന്റെ സുന്നത്തുകളെ എണ്ണ കൂട്ടത്തില് വതർക്കു തകല്ലുമിൻ, സംസാരം ഉപേക്ഷിക്കലുമാകുന്നു. അതായത് യുസന്നു തെർക്കു തകല്ലുമിൻ, സംസാരം ഉപേക്ഷിക്കൽ സുന്നത്താക്കപ്പെടും. ഫി അസ്നാഇ വുളൂഇഹിന, അവൻ ഒളുടുക്കണതിന്റെ ഇടയിൽ എന്ത് ചെയ്യുക? സംസാരം ഉപേക്ഷിക്കുക. അത് എന്താണ്? സംസാരിക്കാതിരിക്കൽ സുന്നത്ത. പിന്നെ കടം വീടാൻ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കടക്കെ വീട്ടി തരട്ടെ. എത്രയും വേഗം കടക്കെ വീട്ടി സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്
പിന്നെന്താ ഷോക്സ് ഇട്ട് ഓതുണ്ടാക്കാമോന്നല്ലേ? ഷോക്സ് ഇട്ട് ഓതുണ്ടാക്കുക ചെയ്യാം അല്ലെ? ഓതുണ്ടാക്കുമ്പോ ഷോക്സ് ഊരണമൊന്നുമില്ല. ചിലപ്പോ ചോദ്യം അതല്ല. ചിലപ്പോൾ ചോദ്യം ഷോക്സിന്റെ മേൽ തടവാൻ പറ്റുമോ എന്നായിരിക്കും ചിലപ്പോ ചോദ്യം. അത് പറ്റൂല. കാല് കഴുകുന്നതിന് പകരമായി കൊണ്ട് ഞാൻ പറഞ്ഞ കേൾക്കണില്ലേ? കട്ടയിക്കണ ഞാൻ ഡി സി ആയിക്കണ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടല്ലോ. ഡീസി ആയിട്ടുണ്ട്. അതിനുശേഷം എടുത്താളും മൈക്ക് പോയിട്ടുണ്ട്. അഡ്മിന്മാരെല്ലാരും താഴെ ഉണ്ടല്ലോ. ഉസ്താദ് ഫ്രീ ആണെങ്കിൽ മൈക്ക് എടുക്കാമല്ലോ. അഡ്മിന്മാരാവില്ല. എന്ത് സംഭവിച്ചു? എല്ലാവരും ഉണ്ടല്ലോ. ആൻഡ്രസിന് വരും ആരെങ്കിലും. മൈക്ക് ഫ്രീ ആണ്. ആദരവായവരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി ആക്കിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനോർ ചൊടി കാട്ടി. അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴി കാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി. ആദരവായവരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി ആക്കിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനോർ ചൊടി കാട്ടി. അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴി കാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി. കന്നിയത്തുസ്താദെന്ന മഹാവലിയോരുടെ കാൽപ്പാ
ജനിച്ച് ശംസുലുലമ എന്നൊരു തങ്കത്തിങ്കളുദിച്ചത് അജബായി, തിങ്കളുദിച്ചത് അജബായി. കോട്ടുമല അബൂബക്കർ മുസ്ലിയർ തനിത്തുണയേകിയ സമസ്തയിലന്ന് മലയാറ്റൽ ഗുരുക്കൂറ്റനാടും ഊറ്റമിൽ പോറ്റിയ പ്രസ്ഥാനം, ഊറ്റമിൽ പോറ്റിയ പ്രസ്ഥാനം. ആദരവായ വരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി. ആ തിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടികാട്ടി. അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴികാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനം തെളികാട്ടി. ബാപ്പയ്ക്ക് തങ്ങൾ കൊപ്പമിൽ PMS തങ്ങൾ തിരിതെളിയിച്ച് ബാപ്പയ്ക്ക് തങ്ങളുമന്ന് പുണ്യസമസ്ത കൊടിയേന്തി, പുണ്യസമസ്ത കൊടിയേന്തി. KC ജമാലുദ്ദീൻ ഉസ്താദും KT മാനുസ്താദവരൊത്ത് ഹസ്രത്തോറും ഉമറലി തങ്ങൾ നാടിന് കുളിരേകി, നമ്മുടെ നാടിന് കുളിരേകി. ആദരവായ വരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി. ആ തിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടികാട്ടി. അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴികാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനം തെളികാട്ടി. സുസ്താദോറും നാട്ടിലുള്ളൊരു നാട്ടികയോറും ബഷീർ ഉസ്താദെന്നവരും പുണ്യസമസ്തയിൽ ഒളിവേകി, പുണ്യസമസ്തയിൽ ഒളിവേകി. അനവധി ഔലിയ ശ്രേഷ്ഠരുമുണ്ട്, അതുപോൽ സാധാ തീങ്ങളുമുണ്ട്. അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ പൂരിതമായ സമസ്തയിലാൻ ആദരവായ വരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി. ആ തിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടികാട്ടി. അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴികാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനം തെളികാട്ടി. ആദരവായ വരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി. ആ തിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടികാട്ടി. അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴികാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനം തെളികാട്ടി. ആദരവായ വരക്കൽ തങ്ങൾ സമസ്തി മുസ്ലിയാരെന്നും പാവന വഴികാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനം തെളികാട്ടി. ആദരവായ വരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടിനാട്ടി. ആ തിരുപ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടികാട്ടി. അഹമ്മദ് കുട്ടി മുസ്ലിയാരെന്നും പാവന വഴികാട്ടി. പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനം തെളികാട്ടി. കണ്ണിയത്തുസ്താദെന്ന മഹാവലിയോരുടെ കാൽപ്പാടുകളെ ഗണിച്ച് ശംസുലുലമ എന്നൊരു തങ്കത്തിങ്കളുദിച്ചത് അജബായി, തിങ്കളുദിച്ചത് അജബായി. കോട്ടുമല അബൂബക്കർ മുസ്ലിയർ തനിത്തുണയേകിയ സമസ്തയിലന്ന് മലയാറ്റൽ ഗുരുക്കൂറ്റനാടും ഊറ്റമിൽ പോറ്റിയ പ്രസ്ഥാനം, ഊറ്റമിൽ പോറ്റിയ പ്രസ്ഥാനം. ആദരവായ വരക്കൽ
സമസ്തക്കന്നൊരു കൊടി നാട്ടി പ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നും പാവന വഴി കാട്ടി പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി ബാപ്പയ്ക്ക് തങ്ങൾക്കൊപ്പം PMS തങ്ങൾ തിരിതെളിയിച്ച് ബാപ്പയ്ക്ക് തങ്ങളുമന്ന് പുണ്യസമസ്ത കൊടിയേന്തി KC ജമാലുദ്ദീൻ ഉസ്താദും KT മാനുസ്താദവരൊത്ത് ഹസ്രത്തോറും ഉമറലി തങ്ങൾ നാടിന് കുളിരേയി നമ്മുടെ നാടിന് കുളിരേയി ആദരവായവരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടി നാട്ടി പ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നും പാവന വഴി കാട്ടി പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി സുസ്താദോരും നട്ടലിയുള്ളൊരു നാട്ടികയോരും ബഷീർ ഉസ്താദെന്നവരും പുണ്യസമസ്തയിലൊളിവേകി അനവധി ഔലിയ ശ്രേഷ്ഠരുമുണ്ട് അതുപോൽ സാധാ തീങ്ങളുമുണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ പൂരിതമായ സമസ്തയിനാൽ ആദരവായവരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടി നാട്ടി പ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നും പാവന വഴി കാട്ടി പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി ആദരവായവരക്കൽ തങ്ങൾ സമസ്തക്കന്നൊരു കൊടി നാട്ടി പ്രസ്ഥാനത്തിൽ അബ്ദുൽ ബാരി മഹാനൂർ ചൊടി കാട്ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നും പാവന വഴി കാട്ടി പാലൊളിയാം പതി അബ്ദുൽ ഖാദർ എന്ന മാനും തെളികാട്ടി. റബ്ബിന്റെ സഹായത്താൽ ഞാൻ ഈ പരിപാടിയിലെ പ്രഭാഷണം അവസാനിപ്പിക്കും. എന്നെ ഇതിനെ ക്ഷണിച്ച സംഘാടകരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒരു നിലക്ക് പ്രഭാഷണമായിരുന്നു മർമ്മമെങ്കിലും ഇവിടെ ഇതുവരെ കഴിഞ്ഞ ചടങ്ങുകൾ വെച്ച് നോക്കുമ്പോൾ മർമ്മപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അല്പം കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഒരു നിലക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ ക്ലാസ്സിന് വന്നിരുന്നു, പിന്നെ ഇടക്കാലത്ത് കാണാനില്ലാതെയായി വീണ്ടും വന്ന ഖാസിമിയുടെ പ്രഭാഷണത്തിന്റെ എന്ന് പറഞ്ഞൊരു പ്രയോഗം നടത്തിയത് വളരെ സന്തോഷകരമായി തോന്നുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ സമാഗമം എന്ന് പറയുന്നത് എപ്പോഴും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് നല്ലതാണ്. അതിൽ വളരെ വലിയ ഖൈറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏത് കാലത്തും സമസ്തയുടെ ഒരു കാവൽക്കാരനാണ്. കാവൽക്കാരനൊരു സ്വഭാവമുണ്ട്. കാവൽക്കാരൻ ചിലപ്പോൾ ഗേറ്റിന്റെ ഉള്ളിൽ കാക്കും, ചിലപ്പോൾ പുറത്തും കാക്കും. അത്രയുള്ളൂ. ഞാന് സമസ്ത വിട്ടു പോകും എന്ന് ഒരാളും വിചാരിക്കുകയേ വേണ്ട. സമസ്ത വിട്ടു പോവുക എന്നത് ദീൻ വിട്ടു പോവുക എന്നതിന് പകരമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുകയേയില്ല. അങ്ങനെ ആരും വിചാരിക്കുകയേ വേണ്ട. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജല്ല ജലാലായ പടച്ചവൻ നമ്മളെയെല്ലാം ദുനിയാവിലും നാളെ സ്വർഗത്തിലും ഒരുമിപ്പിക്കട്ടെ. പിന്നെ കാരണം എന്തെന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇടക്കാലത്ത് 40 കൊല്ലം യൂസുഫ് നബിയെ കാണാനില്ലാതായി. യൂസുഫിനെ കാണാനില്ലാതാകുമ്പോൾ 12 വയസ്സാണ്. പിന്നെ കണ്ടു കിട്ടുന്നത്, കണ്ട് ബാപ്പയും യൂസുഫും തമ്മിൽ യോജിക്കുന്ന രംഗം
10 ജേട്ടന്മാരും ഇടക്കാലത്ത് ജേട്ടന്മാരൊന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും അത് തിരിച്ചറിയാത്ത ഘട്ടമായിരുന്നു. പിന്നെ എല്ലാരും കൂടി യോജിക്കുന്ന ഒരു സമയമുണ്ട്. ബാപ്പ, പിന്നെയോ ഉമ്മ. അത് ബാപ്പാടോ കെട്ടിയ പുതിയ ഭാര്യയാണെന്നും അതല്ല മരണപ്പെട്ട ഉമ്മയെ ഹയാത്താക്കിയതാണെന്നും അങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും പിന്നെ 72ഓളം പുത്രകളത്രാദികൾ എല്ലാം കൂടെ വന്ന് മിസ്റിൽ യോജിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ തമ്മിൽ കാണാനില്ലായതിന്റെ കാരണം കണ്ടെത്താൻ അവിടെ യൂസുഫ് നബി ശ്രമിക്കുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ചേർത്ത് വെക്കുന്നത് വളരെ രസകരമാണ്. ആ ആയത്തിൽ കാണാനില്ലാതായതിന്റെ കാരണത്തെ ചേർത്തിട്ടുള്ളത് ഷൈത്താനിലേക്കാണ്. അല്ലാതെ ഏട്ടന്മാരാണ് കിണറ്റിൽ തള്ളിയതെങ്കിലും ഏട്ടന്മാരുടെ കിണറോ മറ്റോ മിണ്ടുന്നേയില്ല. പറയുന്നത് മിൻ ബഅദി അൻ നസഗ ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി ഇന്ന റബ്ബി ലതീഫുൻ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون وما أكثر الناس ولو حرصت بمؤمنين സൂറത്ത് യൂസുഫ് അവസാനിക്കുകയാണ്. അതാണ് ഇരങ്ങ്. അവിടെ നസഗയുടെ ഫായില് ശൈത്താനാണ്. എന്തുകൊണ്ട് കാണാതായി എന്ന് വെച്ചാൽ പിന്നിൽ ശൈത്താനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി. ചിലപ്പോൾ ശൈത്താൻ വന്നുകൂടും, ചിലപ്പോൾ ശൈത്താൻ വരുത്തിക്കൂടും. അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കും. അങ്ങനെയുമുണ്ട് എന്നും ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഏത് വിട്ടുപിരിയലും അവസാനം യോജിപ്പിലെത്തും. മനസ്സിൽ നന്മയില്ലെങ്കിൽ ഏത് കൂടലും അവസാനം പിരിയലിലുമെത്തും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിരിഞ്ഞിട്ട് കൂടാത്തതുണ്ട്, എന്നാൽ പിരിഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാതെ കൂടിയതുപോലെ പിരിഞ്ഞതുമുണ്ട്. അങ്ങനെയുമുണ്ട്. അതുകൊണ്ട് എല്ലാ പിരിയലും പിരിയലല്ല, എല്ലാ കൂടലും കൂടലുമല്ല എന്നും സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നേരത്തെ എവിടെയൊക്കെ എത്തിക്കുന്ന എനിക്കൊരു പിടുത്തമില്ല. ഇപ്പൊ ഈ സംസാരിക്കുന്ന ശരിക്കും കട്ടില്ലാതെ ക്ലിയർ ആയിട്ട് കേൾക്കണില്ലേ? ഞാന് തലക്കെടുത്തൂരുള്ള ഒരു വയസ്സുള്ള ഒരു ആള് മരിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലെ? എന്താണ് തിത്തിയമ്മോ തലക്കെടുത്തൂര്, അത് കേട്ടിന്നാ? അത് കേട്ട് അതിനുവേണ്ടി ദുആ ചെയ്യതും മയ്യിത്തുസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതൊക്കെ കേട്ടിട്ടുണ്ടാവൂലോ അല്ലെ? അത് കേട്ടു. ഓക്കെ, അത് മാത്രമേ കേട്ടുള്ളൂ. എന്നാ ഇനിയിപ്പോ എന്തൊക്കെയുള്ളത് നോട്ടെ. പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ ഉറങ്ങൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യം കിട്ടിയെന്നാ. തഹജ്ജുദ് നിസ്കരിക്കാൻ ഏതായാലും തഹജ്ജുദ് നിസ്കരിക്കാൻ രാത്രി ഒന്ന് ഉറങ്ങണം, അതും കേട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ വുളു എടുക്കുമ്പോൾ സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം കേട്ടാ അല്ലേ? അത് കേട്ടിനാ? അപ്പൊ കേട്ടില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പറ്റുമോ പാടുണ്ടോ എന്ന് ചോദിച്ചു. കൊടുക്കുമ്പോൾ സംസാരിക്കാതിരിക്കൽ സുന്നത്താണ്. തെർക്കു തലം തക്കല്ലുമിൻ, സംസാരത്തെ ഉപേക്ഷിക്കലും വുളുവിന്റെ സുന്നത്തുകൾ പെട്ടതാകുന്നു. അസ്നാ അൽ വുളു, വുളുവിന്റെ ഇടയിൽ സംസാരിക്കാതിരിക്കുക സുന്നത്താ. അത്രയൊക്കെ തന്നെ ചോദ്യമുള്ളൂ. അല്ലല്ലേ? വേറെ കടം കൂട്ടാണ്ട് ഒക്കെ ദുആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കടക്കെ വേഗം വീട്ടി കൊടുക്കട്ടെ. നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നമുക്ക് വീട്ടിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കാം, എന്താണ് ചെയ്യേണ്ടതെന്നൊരു ചോദ്യം. അത് ചെയ്യേണ്ടത് ഞാൻ അദ്ദേഹത്തിന് PM-ലൂടെ അറിയിച്ചിട്ടുണ്ട്. ആ വിഷയം എന്താണ് ചെയ്യേണ്ടത്? ജമാഅത്തിന് പള്ളിയിൽ പോവുക. കാരണം ഈ പുരുഷന്മാർക്ക് ജമാഅത്തിന്റെ നിസ്കാരത്തിന്റെ പൂർണ്ണമായ കൂലി കിട്ടണമെങ്കിൽ പള്ളിയിൽ പോകണം. പുരുഷന്മാർക്ക് ഫർദ് നിസ്കാരത്തിന്റെ പൂർണ്ണമായ കൂലി
നിസ്കാരം സഹിയാ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ സഹിയാവൂല എന്നല്ല പറഞ്ഞത്. നിസ്കാരത്തിന്റെ സമ്പൂർണമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ പള്ളിയിൽ പോകണം. ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ മിനൽ മസ്ജിദ് എന്ന. പള്ളിയുടെ അയൽഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് പള്ളി ചെല്ലാതെ നിസ്കാരം ഇല്ലാതെ സഹിയാവൂല എന്നല്ല, അതിന്റെ പൂർണ്ണമായ കൂലിട്ടിനെ പള്ളി പോകുന്ന വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പള്ളി പോവുക. പിന്നെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഉമ്മയും നിങ്ങളും കൂടി ഒന്നുകൂടി നിസ്കരിക്കുക. ഒരിക്കൽ നിസ്കരിച്ച ഫർള് നിസ്കാരം ഖളാ ആവാതെ അതാ ആയിക്കൊണ്ട് ഒരിക്കൽ ജമാഅത്തിലായിക്കൊണ്ട് മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, ഫർള് നിസ്കാരം മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. എങ്ങനെ മടക്കി നിസ്കരിക്കുക? മടക്കി നിസ്കരിക്കുന്ന ജമാഅത്തായിക്കൊണ്ടാവണം, എന്നാലേ സഹിയാകുള്ളൂ. വെറുതെ നിസ്കരിക്കാനും പറ്റൂല. ഫർള് നിസ്കാരം ളുഹർ നിസ്കരിക്കുക, ഒന്നുകൂടി നിസ്കരിക്കുക, പിന്നെ നിസ്കരിക്കുക, അങ്ങനെ പാടില്ല. അങ്ങനെ പാടില്ല എന്ന് മാത്രമല്ല അത് സഹിഹാവുകയും ചെയ്യുകയില്ല. പിന്നെന്ത് പറ്റും? ഒരിക്കൽ നിസ്കരിച്ച ഫർള് നിസ്കാരം ജമാഅത്തായിട്ട് അത് ഖളാ ആവാൻ പാടില്ല. ജമാഅത്തായിക്കൊണ്ട് അദാ ആയിക്കൊണ്ട് ഒരു പ്രാവശ്യം മടക്കി നിസ്കരിക്കാൻ സുന്നത്താണ് എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പിന്നെ ആദ്യം പള്ളിയിൽ പോവുക, ജമാഅത്ത് കഴിഞ്ഞ് വരിക, എന്നിട്ട് ഉമ്മയും നിങ്ങളും കൂടി ഒന്നുകൂടി നിസ്കരിക്കുക. നിങ്ങൾ ഇമാമത്ത് നിന്നുകൊണ്ട് പിന്നെന്ത് ചെയ്യുക? ഒന്നുകൂടി നിസ്കരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മടക്കി നിസ്കരിച്ച കൂലി നിങ്ങൾക്കും കിട്ടും, ജമാഅത്തിൽ പങ്കെടുത്ത കൂലി ഉമ്മാക്കും കിട്ടും. പിന്നെ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചോദ്യായി. പിന്നെന്താണ്? പിന്നെ ഇപ്പൊ ഒരാളെന്താ വെറുതെ എന്തിനാ എന്താ സ്ത്രീകൾക്ക് സംവരണ സീറ്റിൽ മത്സരിക്കാൻ പറ്റുമോ? ഇപ്പൊ ആ ചോദ്യം അറിയാണ്ട് ചോദിക്കപ്പോ ആകെപ്പാടെ പതാ ചർച്ച അല്ലേ കുറച്ചു കാലമായിട്ട്? ആകെ ചർച്ച പതാ സ്ത്രീകൾക്ക് ജമാഅത്ത് പിന്നെ ഈ അപ്പൊ അതൊക്കെ വെറുതെ ചോദിക്കുകയാണ്. ഇനി വേറെ ആരും പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോ ഫേസ്ബുക്കില്ല, എന്താണ് അതിന്റെ കുറച്ചില് മറ്റേ ഈ വാട്സപ്പ് അല്ലേ, അതിലൂടെയൊക്കെ ഒരു കാര്യം കണ്ട് ചെയ്താല് അത് ഞാനിപ്പോ ഇന്നലെ മിഞ്ഞാനത്തെ ഒരു ഇത് കണ്ട്, ഒരു എന്തായാലും പറയാ, ഒരു ആഫ്രിക്കൻ രാജ്യത്ത് അല്ലേ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ, ഒരാള് ഖുർആൻ പഠിപ്പിക്കണത് അൽഹാക്കു മുത്തക്കാസറു അല്ലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. എന്നിട്ട് പിടിച്ച് പേർന്ന് ഈത്തപ്പന്റെ മട്ടല് മറ്റേ ഈ കൊലച്ചിലോണ്ടാണ് തോന്നടിക്കണത്. ആ ഓതി കൊടുക്കുന്ന ആൾക്ക് കുട്ടികൾ അത്രയും അറിയാത്തതുകൊണ്ട്. പടച്ചറബേ, നമ്മളൊക്കെ എന്താ ഭാഗ്യവാന്മാരിച്ചിട്ടാണ്. അതൊക്കെ ട്രെയിനിങ് പാസ്സാവാതെ ട്രെയിനിങ് ലഭിക്കാത്ത ആളുകളാണ്. ഖുർആനാണ് പഠിപ്പിക്കണം എന്നുള്ള ചിന്ത. എങ്ങനെ പഠിപ്പിക്കണം? അത് ഒരു കുട്ടിക്ക് അത് ഏറ്റവും എളുപ്പമായ രീതിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നൊന്നും അറിയില്ല. നമ്മുടെ നാട്ടിൽ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇപ്പൊ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡൊക്കെ എന്ത് ചെയ്തു? മാലിന്യങ്ങൾക്ക് ട്രെയിനിങ് ക്ലാസും അതുപോലെ തന്നെ ഹിസ്ബും അതൊക്കെ അതിലൊക്കെ പരീക്ഷയ്ക്ക് ഇരുത്തി അങ്ങനെ എങ്ങനെ പഠിപ്പിക്കണം ഏറ്റവും എളുപ്പമായ രീതിയിൽ, കുട്ടിയെ അടിക്കാതെ ഏറ്റവും പ്രയാസമുള്ള വിഷയം ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും എന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടത്തി അത് ഉസ്താദുമാർക്ക് അതൊക്കെ അതിൽ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യാണ്. അപ്പൊ അതൊന്നും ഇല്ലാത്ത രാജ്യത്തിന്റെ സ്ഥിതിയപ്പോ നമ്മളാ കണ്ടതൊക്കെ. അപ്പൊ ഞാൻ അതല്ല പറഞ്ഞത്. അപ്പൊ ഒരു വിഷയം അത് എത്രയും വേഗം ലോകത്ത് മുഴുവൻ പരക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. അപ്പൊ ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നടന്ന സംഭവം നമ്മുടെ കേരളക്കരയിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചു എന്നർത്ഥം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ വൈഫിന്റെ ഉപ്പാക്ക് ക്യാൻസർ ആണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹദായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും അവർക്ക് എത്രയും വേഗം പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അവർ ജീവിക്കലാണ് ഖൈർ എങ്കിൽ അള്ളാഹു സെഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ജീവിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി കൊണ്ട് ജീവിപ്പിക്കട്ടെ. അതെല്ലാം മരിക്കലാണ് ഖൈറെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ വിഷമിപ്പിക്കാതെ സമ്പൂർണ്ണമായ ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ ഭാര്യയുടെ ഉമ്മാന്റെ ഉമ്മ ഇന്ന് മരണപ്പെട്ടു. മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഈ സമയത്ത് തന്നെ അവർക്ക് പൂർണ്ണമായ സുഖവും റാഹത്തും അവരുടെ ഉഖറവിയായ ജീവിതത്തിൽ അല്ലാഹു നൽകട്ടെ. ഒരു നിലക്കും അല്ലാഹു വിഷമിപ്പിക്കാതിരിക്കട്ടെ. ദുനിയാവിൽ ജീവിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി സുഖത്തിലും സന്തോഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിൽ അവരെ ജീവിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ
ഉംറയിൽ മുടി മുറിക്കുമ്പോൾ നമ്മുടെ മുടി നമുക്ക് തന്നെ വെട്ടാമോ? അത് അങ്ങനെ വെട്ടാം, അതുകൊണ്ട് വിരോധമില്ല. വേറെ ആളെ കൊണ്ട് വെട്ടിപ്പിക്കുകയും ചെയ്യാം, നമുക്ക് വെട്ടുകയും ചെയ്യാം, എങ്ങനെയാലും വിരോധമില്ല. ഇതിലുള്ള ആളുകൾക്ക് മക്കയിൽ പോയി ഒരു ഉംറ കഴിഞ്ഞു, ആയിഷ പള്ളിയിൽ പോയി രണ്ടാമത്തെ ഉംറ എടുക്കാമോ? അങ്ങനെയും പറ്റും. ജിദ്ദയിലുള്ള ആളാണ്, അവര് പിന്നെ ഉംറക്ക് പോവാണ്, എന്നാൽ ഇഹ്റാം ചെയ്യേണ്ടത് ജിദ്ദയിൽ നിന്ന് തന്നെയാണ്. ജിദ്ദയിലുള്ള ആളുകൾ ഇഹ്റാം ചെയ്യേണ്ടത് ആദ്യത്തെ പോക്കിലേ പിന്നെ മക്കയിലേക്ക് പോവാണ്, അപ്പൊ അവർ ഇഹ്റാം ചെയ്യേണ്ടത് ജിദ്ദയിൽ തന്നെയാണ്. അങ്ങനെ ജിദ്ദയിൽ നിന്ന് മക്കയിൽ പോയി അങ്ങനെ തവാഫും സഅയും മുടി നീക്കം ചെയ്തൊക്കെ കഴിഞ്ഞാൽ ഉംറയിൽ തഹ്ലീലായി. എന്നാൽ പിന്നീട് രണ്ടാമത്തെ ഉംറ നിർവഹിക്കണമെങ്കിൽ പിന്നെ മസ്ജിദ് ആയിഷ തന്നെ പോകണമെന്നില്ല, ഹറമിന്റെ പുറത്തേക്ക് പോകണം. എന്ന് വെച്ചാൽ ഹറം പ്രദേശത്തിന്റെ പുറത്തേക്ക് പോകണം. അത് തൻഈമിലായാലും വേണ്ടില്ല, ജഹറാനത്തിലായാലും വേണ്ടില്ല, ഇനി വേറെ എവിടെ ആയാലും വേണ്ടില്ല. ഹറം പ്രദേശത്തിന്റെ പുറത്ത് പോയി ഇഹ്റാം ചെയ്ത് പിന്നെ വന്ന് പിന്നെ വീണ്ടും തവാഫും സഅയും മുടി നീക്കുകയും ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ഉംറയായി. അങ്ങനെ എത്രയും നിർവഹിക്കാവുന്നതാണ്, വിരോധമില്ല. വിരോധമില്ല എന്നല്ല, നല്ല കാര്യമാണ് എന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ മകൻ മുഹമ്മദ് അജ്മൽ നാളെ ഒരു സർജറിക്ക് വിധേയനാകുന്നുണ്ട്. നിങ്ങളോട് ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലായ കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആ കുട്ടിക്ക് അല്ലാഹു പൂർണ്ണ ശിഫയും നല്ല ആരോഗ്യം ഒക്കെ നൽകി അല്ലാഹുവിന്റെ ത്വാഅത്തിലായ ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ഒരു ഉന്നതനാക്കട്ടെ അല്ലാഹു തആല ആ കുട്ടിയെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പുരുഷന്റെ ഔറത്ത് മുട്ടുവരെ മറച്ചാൽ മതിയോ, അതോ മുട്ടും ഉൾപ്പെടെ മറക്കണോ? നമ്മുടെ മദ്ഹബ് അങ്ങനെയാണ്. നമ്മുടെ മദ്ഹബ് മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലമാണ്. മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലം. പക്ഷെ പിന്നെ ആ മുട്ടും കൂടി മറച്ചെങ്കിലേ മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലം പൂർണ്ണമായും മറച്ചു എന്ന് ഉറപ്പ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഭാഗം മറക്കാൻ നിർബന്ധമാണ്. ലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബുന്ന. വാജിബ് പൂർത്തിയാണെങ്കിൽ ആ വാജിബിന്റെ അപ്പുറം ഒന്നും കൂടി ചെയ്യേണ്ടതുണ്ട്, എന്നാൽ അതും വാജിബ് തന്നെയാണ്. ലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹു വാജിബുൻ. വാജിബ് പിന്നെ എന്തുകൊണ്ടാണോ പൂർത്തിയാവുക അതും കൂടി ചെയ്യൽ വാജിബാണ്. അപ്പൊ മുട്ടുപുക്കളുടെ ഇടയുടെ സ്ഥലം പൂർണ്ണമായും മറക്കാൻ നിർബന്ധമാണ്. ആ മുട്ടിന്റെയും പുക്കളുടെ ഇടയുടെ സ്ഥലം പൂർണ്ണമായും മറച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് വരണമെങ്കിൽ എന്ത് വേണം? അതിന്റെ അപ്പുറത്തുനിന്ന് കുറച്ചും കൂടി മറക്കണം. എന്നാല് അപ്പൊ ആ അടിസ്ഥാനത്തിൽ അതും കൂടി നിർബന്ധമാണ്. ഏതുപോലെ ഇപ്പൊ ഈ മുഖം കഴുകലുണ്ടല്ലോ, മുഖം കഴുകൽ എന്താ? മുഖത്തിന്റെ അതിർത്തി ഏതാ? ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ വീതിയിലും സാധാരണ തലമുടി മുടക്കുന്ന സ്ഥലം മുതൽ താടിയലിന്റെ താഴ്ഭാഗം വരെ നീളത്തിലാണ് ഇപ്പം മുഖത്തിന്റെ അതിർത്തില്ലേ. അവിടെ മാത്രം കഴുകിയാൽ മതിയാ, പോരാന്നാ. പിന്നെ തലയിൽ നിന്ന് അല്പം കൂടിയും കഴുകണം. തലനാ കഴുകാന്നല്ലാണത്. ഈ മുഖത്തിന്റെ അതിർത്തിന്റെ അപ്പുറം കുറച്ചും കൂടി, അതുപോലെ താടിയലിന്റെ താഴ്ഭാഗത്തും കൂടി കുറച്ച് കഴുകണം. കാരണം എന്താണ്? മുഖത്തിൽപ്പെട്ട സ്ഥലം പൂർണ്ണമായും നനഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പ് വരണമെങ്കിൽ അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി കഴുകണം. അപ്പൊ ആ നിലക്ക് അതും കൂടി നിർബന്ധമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വിത്ർ നിസ്കാരം 3 റക്അത്ത് 2 റക്അത്ത് നമസ്കരിച്ച് സലാം വീട്ടാതെ പിന്നെ 1 റക്അത്തിന് നിസ്കരിക്കാം, അതിന് പറ്റും. വിത്ർ നിസ്കാരേ 3 റക്അത്ത് ഒന്നിച്ചു നിസ്കരിക്കാം, അല്ലെങ്കിൽ 5 റക്അത്ത് നിസ്കരിക്കാം, 5 റക്അത്ത് നിസ്കരിക്കാം, 7 ആണെങ്കിൽ 7, 11 ആണെങ്കിൽ 11, അതൊക്കെ ഒന്നിച്ച് നിസ്കരിക്കുക. അതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ഏറ്റവും നല്ലത് 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക, പിന്നെ 1 റക്അത്ത് കൂടി നിസ്കരിക്കുക. 3 റക്അത്താണെങ്കിലേ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് കൂടി നിസ്കരിക്കുക ആണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, ഒന്നിച്ച് നിസ്കരിക്കുന്നത് കൊണ്ടും വിരോധമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞത്, ചോദിച്ചത്, കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് കുറച്ച് നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളുടെയും മുത്തഖീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സുന്നത്ത് നോമ്പിൽ ഏറ്റവും മുഖ്യതയ സുന്നത്ത് നോമ്പ് ഏതാണ്? 1, 2, 3 അങ്ങനെ പറയൂ പ്ലീസ്. എന്തിനാ പദം അങ്ങനെ? അല്ല, ചോദ്യത്തിനുള്ളതാണ് 1, 2, 3 ആ നിലക്ക് പറഞ്ഞത്. വല്ല ഇതുണ്ടാ? എന്നാളിപ്പോ ഒരാള് വിളിച്ചിട്ടില്ലേ,
എന്താ ആൾക്ക് ദേഷ്യം പിടിച്ചാൽ എനിക്കറിയില്ല. മുമ്പ് കുറെ ചോദ്യങ്ങൾ എന്നാ ചോദിച്ചത്, അതിനൊക്കെ ഒന്ന് ഉത്തരം പറഞ്ഞുതരാനുണ്ട്. നിങ്ങൾക്ക് അറിയാണ്ട് ചോദിക്കുക ചോദിച്ചു. അപ്പൊ അതായത് കുട്ടിക്ക് പൂരിപ്പിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. അത് അതിന്റെ വഴിക്കോഴിയായിട്ടുള്ളതേ, വഴിക്കോഴിയായിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് കിതാബൊന്നും നോക്കണം അല്ലേ. ആദ്യം ഏതാണ്, പിന്നെ രണ്ടാമത്തേതാണ്, പിന്നെ ഏതാണ്, പിന്നെ ആന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. നിങ്ങൾ നാളെ ഈ ബുദ്ധിമുട്ടില്ലെങ്കിൽ മക്ക ഹറമിൽ ദുഃഖു ഇജാബത്തുള്ള പ്രത്യേക സ്ഥലങ്ങൾ ഒന്ന് പറയും. അത് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ദുആക്ക് 10-15 സ്ഥലങ്ങളുണ്ട്. അത് ഈ വാഹിലുണ്ട് ആ വിഷയം അല്ലേ. ഹറമിൽ 15 സ്ഥലത്തിന് പ്രത്യേക ദുആക്ക് ഇജാബത്തുള്ള 15 സ്ഥലങ്ങളുണ്ട്. അതും ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിക്ക് വഴിയായിട്ട് തന്നെ നാളത്തെ ഈ മറുപടി പറച്ചില് പറയാം ഇൻഷാ അല്ലാഹ്. അതൊക്കെ വഴിക്ക് വഴിയായിട്ട് ഇങ്ങനെ പറയണമെങ്കിലേ അതൊന്നും ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ സാധാരണ ഇപ്പൊ ഇങ്ങനെ പറയല്ലേ, മീസാബിന്റെ സ്വർണ്ണപ്പാത്തിന്റെ താഴെ, അതായത് മത്വാഫില്, അതുപോലെ തന്നെ മസ്ആല്, അതുപോലെ തന്നെ പിന്നെ സഫേല്, മറുവേല്, ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ, പിന്നെ അതുപോലെ മുൽത്തസിമില്, അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ അങ്ങനെ കണ്ട. പക്ഷെ വഴിക്കോഴിയായിട്ട് പറഞ്ഞെങ്കിൽ എന്ത് വേണമെന്നുണ്ട അതൊക്കെ നോക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നാളത്തേക്ക് നീട്ടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ മൈക്ക്